മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. മേൽത്തരമാം പൊൻ അതിനോടു തുല്യം, തങ്കവും അതിനോടു സമമല്ല. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. ആത്മവിശപ്പാൽ വലയുന്നോർക്കു ഭക്ഷണമാകും മന്ന ഇത്. മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദി കർത്താവേ. രാത്രികാലം സുഖകരമായി കിടന്നുറങ്ങി സന്തോഷത്തോടെ ഉണർന്നു എൻ്റെ കർത്താവിൻ്റെ പാദപീഠമായിരിക്കുകയാ സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജീവനും ഭക്തിക്കും വേണ്ടെന്ന് തന്ന് ഇന്ന് വരെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് എൻ്റെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിന്നെയും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തനായ അവിടുത്തെ ബലമുള്ള കരത്തിലോട്ട് സമർപ്പിക്കുന്നു. അടിയൻ്റെ പ്രാർത്ഥന ചോദിച്ച ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിച്ച കൃപയിൽ അങ്ങ് കാത്തുകൊള്ളുമാറാകണം. ആരോഗ്യത്തിലും സമാധാനത്തിലും വഴി നിർത്തണം. ഞങ്ങളുടെ ക്ഷീണങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങളൊക്കെ സ്വർഗം ഏറ്റെടുത്തിരിക്കാൻ നന്ദി. പൂർണ്ണ വിടുതലും ആശ്വാസവും തന്നിരിക്കാൻ സ്തോത്രം, സ്തോത്രം. എൻ്റെ കർത്താവിനെ എത്ര മഹത്വപ്പെടുത്തിയാലും മതി വരില്ല, എത്ര സ്തുതിച്ചാലും മതി വരില്ല. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. രാവിലെ സമയം ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്നയാണും പെണ്ണുമായ മക്കൾ, അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകളെയെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരുന്നു. പിതാവേ എന്ന് നോക്കി വിളിക്കുകയാ സ്തോത്രം, സ്തോത്രം. അവിടുത്തെ പക്കൽ കരുണയുണ്ട്, അനുഗ്രഹമുണ്ട്, സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, ആശ്വാസമുണ്ട്. സകലത്തിൻ്റെ സകലതും അങ്ങ് അപ്പൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വരുന്ന തൻ്റെ മക്കളെ ലജ്ജിച്ചു പാൻ നീ ഒരു നാൾ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തരട്ടെ. റിസൾട്ട് കാത്തിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജയം ഒരുക്കുന്നതോർത്ത് നന്ദി പറയുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേപ്പർ നോക്കുന്നിടത്തൊക്കെയും കർത്താപ്പൻ്റെ സാന്നിധ്യം വേണം. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാർഗ്ഗം ലഭിക്കണം. എൻ്റെ ദൈവം ഓരോ മക്കളോടും ഇടപെടണമേ, സംസാരിക്കണമേ. കൈ അയച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാർഗ്ഗം ഇടുവാൻ തക്കണം. ഓരോ അധ്യാപകർക്കും മനസ്സ് കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു വലിയ റിസൾട്ട് കണ്ട ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് സഹായിക്കണം. തുടർ വിദ്യാഭ്യാസവും മാനിക്കപ്പെടണം. കർത്താവേ, മറ്റു ചില പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണമേ. ക്ഷീണങ്ങളും ഭാരങ്ങളും കർത്താവ് മാറ്റണമേ. സന്തോഷത്തോടെ പഠിച്ച് പരീക്ഷ എഴുതണം. നല്ല മാർക്കോടെ പാസ്സാകണം. സ്വർഗ്ഗം അവരെ സഹായിക്കണമേ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, മെഡിക്കലിനായി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ കാര്യാദികളെ ക്രമപ്പെടുത്തിക്കൊള്ളുമാറാകണം. എൻ്റെ കർത്താവെ, എൻ്റെ കുഞ്ഞുങ്ങളെ മെഡിക്കലൊക്കെയും ഫിറ്റായി നല്ല ജോലിയിലൊക്കെ പ്രവേശിപ്പാൻ തക്കണം. സ്വർഗ്ഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന മക്കളെ പല വിധത്തിലെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം അവരുടെ കാര്യാദികളെ ക്രമപ്പെടുത്തണം. തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുത്ത് അവർ ആഗ്രഹിച്ച നിലവാരത്തിൽ എത്തിച്ചേരുവാൻ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ അവിടുന്ന് സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമായ കർത്താവെ, ഒരു ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന മക്കളുണ്ട്, മെഡിക്കൽ കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സ്വർഗ്ഗത്തിലെ അവരുടെ വിദ്യാഭ്യാസം അറിഞ്ഞ്, അവരുടെ ആഗ്രഹം അറിഞ്ഞ്, അവരുടെ ഭവനത്തെ അറിഞ്ഞ്, അവരുടെ മാതാപിതാക്കളെ അറിഞ്ഞ് സ്വർഗ്ഗം കരുണ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതമാർന്ന നിലവാരത്തിൽ ഓരോ മക്കളെയും കർത്താവ് കൊണ്ടെന്ന് എത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന ആരോഗ്യത്തിലും സമാധാനത്തിലും തൻ്റെ മക്കളെയൊക്കെ കാത്തുകൊള്ളണമേ. ഏറിയ പ്രതിഫലം കൊടുത്ത് മാനിച്ചാട്ട് കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമാധാനത്തോടും ദൈവഭയത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ തക്കണം. സ്വർഗ്ഗം അനുഗ്രഹിച്ചാട്ട്. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത മക്കളുണ്ട് കർത്താവെ, സ്വർഗ്ഗം അവരെ ആശ്വസിപ്പിക്കണമേ. സമാധാനത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ ഇടയാക്കണമേ. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം കർത്താവെ. ഈ സമയം ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പിതാവേ. പൊന്നുകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്ന എല്ലാ കുറവശങ്ങളും കുറ്റങ്ങളും ക്ഷമിച്ചാട്ടെ. എൻ്റെ ദൈവമായ കർത്താവ്, ഞങ്ങളുടെ ആകായ്മകൾ, പോരായ്മകൾ, നന്ദികേടുകൾ, അവിശ്വസ്തതകൾ ഓർക്കാതെ ഇന്നുവരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. എൻ്റെ കർത്താവിൻ്റെ കരുതലിനായും കർത്താവെ, ആ സൂക്ഷിപ്പിനായിട്ടൊക്കെ ഞങ്ങൾ നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ.
ദൈവമായ കർത്താവ് ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനത്തിലെ വഴിയിലെ ജോലിയിലൊക്കെ കൂടെ ഇരുന്ന് സഹായിക്കണം. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും കർത്താവ് സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവെ. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കാതെ വണ്ണം വേണ്ടുന്നെല്ലാം കർത്താവ് ദിനംതോറും കൊടുത്ത് ഓരോ മക്കളെയും പോഷിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ സ്തോത്രം. ചെറുതും വലുതുമായ ജോലി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്ന മക്കളുണ്ട്. അവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ സ്വർഗ്ഗം അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളിലും അവരെ വഴി നടത്തണം. ഒരു കഷ്ടനഷ്ടം കൂടാതെ തൻ്റെ മക്കൾക്ക് വേണ്ടുന്നത് തൻ്റെ അപ്പച്ചൻ അവർക്ക് കൊടുത്ത് സന്തോഷത്തോടെ പോഷിപ്പിക്കുമാറാകണമെന്നും പോറ്റി പുലർത്തുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. നാടും വീടും വിട്ട് വിദുരത്തിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്നു. സഭ ആൺമക്കളെയും പെൺമക്കളെയും സമർപ്പിക്കുക. യുവതിയുവാക്കന്മാർ കർത്താവ് ദൈവഭയത്തിലും കൃപയിലും ജീവിക്കണം. ശത്രു അവരെ കാണല്ലേ, ദുഷ്ടപിശാച് അവരെ തുടരരുതേ. കർത്താവ് വേദനജനകമായ വിഷയങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരരുത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൺമണി പോലെ സംരക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഭയത്തിലും ഭക്തിയിലും ജീവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണം. ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം. എൻ്റെ കർത്താവ് ഈ സമയം ഭവനം പണിയുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് ഓരോ കുടുംബത്തെയും പേരുപേരായി ഏൽപ്പിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നതിന് വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നിടത്ത് വചനമാ. കർത്താവേ, എൻ്റെ സ്വർഗം തന്നെ അടിസ്ഥാനമിട്ട് അതിനെ കെട്ടിപ്പൊക്കി എൻ്റെ കർത്താവ് വാസയോഗ്യമായ നല്ല ഭവനം ഓരോ മക്കൾക്ക് നൽകേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു കഷ്ടനഷ്ടം കൂടാതെ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവരാഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായത് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ കർത്താവെ അത് ഏറ്റെടുക്കുന്ന മക്കൾക്ക് കർത്താവെ അത് ചെയ്തെടുക്കാനുള്ള മനസ്സ് കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനം ഞങ്ങളുടെ ദേശത്ത് വരട്ട് കർത്താവെ സ്തോത്രം. ഭവനം പണിയുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇന്ന് മാനിക്കണം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന കർത്താവ്. ദൈവമേ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായും തീർത്തു കൊടുക്കാവുന്ന വാക്ക് പറഞ്ഞ് അപ്പച്ചൻ്റെ കരങ്ങളിലായി ഏൽപ്പിച്ചിരിക്കുന്നത് സ്വർഗം പൂർണ്ണമായും അത്ഭുതം ചെയ്യും. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവ്. ദൈവമേ, വിവാഹപ്രായം കഴിഞ്ഞ് ഞങ്ങളുടെ മക്കളുണ്ട്, വിവാഹത്തിന് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്ന ഓരോ മക്കൾക്കും അവർക്ക് വേണ്ടുന്ന തക്ക തുണയെ സ്വർഗം കാണിച്ചു തരുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും നല്ല കുടുംബജീവിതത്തിൽ പ്രവേശിക്കട്ടെ. കർത്താവ് അതിനായി സഹായിക്കണമേ. വിവാഹത്തിന് ഒരുങ്ങുന്ന ഓരോ മക്കൾക്കും അനുഗ്രഹിക്കപ്പെട്ടതെല്ലാം വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിക്കണമേ. ഒന്നിനും കുറവ് കൂടാതെ കർത്താവ് അവരെ കരുതണമേ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നപ്പാ. സ്തോത്രം 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 കർത്താവ്. ദൈവമായ കർത്താവേ സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനമെല്ലാം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സ്വർഗീയ നന്മ കൊണ്ടും സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും സൗഖ്യം കൊണ്ടും സമൃദ്ധി കൊണ്ടും അടിയങ്ങളെ നിറച്ചാട്ടെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. കടന്നു വരുന്ന ഇലക്ഷനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അപ്പച്ചനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കുമാറാകണമേ. എൻ്റെ ദൈവമേ, കടന്നു വരുന്ന എല്ലാ പ്രയാസ പ്രതികൂല നടുവിൽ നിന്ന് ഞങ്ങളെയൊക്കെ വിട്ടുവയ്ക്കുമാറാകണം. എൻ്റെ കർത്താവ് ഈ സമയം സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്ന കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഓരോ ദൈവമക്കളെയും സ്വർഗം സൂക്ഷിപ്പാൻ സർവശക്തനാപ്പാ. പീഡനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ, വേണമെന്നെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ. കർത്താവിൻ്റെ വേല കർത്താവെ തികയ്ക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്ന അനേക ആയിരങ്ങൾ ഈ നാളുകളിൽ കർത്താവിനെ അറിയട്ടെ. അതിനായി ഒരുക്കിക്കാട്ട് കർത്താവെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ ഈ സമയത്ത് മദ്യപാനികളെ ഓർക്കുന്നു, മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ഓർക്കുന്നു, മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നവരെ സമർപ്പിക്കുന്നു. കൂട്ടുകാർക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ, ഫോണിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. മാനസാന്തരം നൽകുവാൻ കഴിവുള്ള ദൈവം, മനസ്സലിയുള്ള ദൈവം അവിടുന്ന് ആകിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായും വിടുവിച്ചാട്ട് കർത്താവെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവെ. ഈ സമയം കർത്താവെ ഞങ്ങളുടെ രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗിക്ക് വൈദ്യൻ അവിടുന്ന്, രോഗം നീക്കുന്ന മരുന്ന് അവിടുന്ന്. ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. എൻ്റെ അപ്പൻ്റെ പാതപീഠം ചാർന്ന് വന്നവരാരും ലജ്ജിച്ച് പോയിട്ടില്ല. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിച്ചിട്ടുണ്ട്. പിന്നെയും അവിടുത്തെ വസ്ത്രത്തിന് തൊങ്ങൽ പോലും ശക്തിയുണ്ട്, സൗഖ്യമുണ്ട്. മനസ്സലിവുള്ള ദൈവം തൻ്റെ മക്കളോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ പ്രാപിച്ച ജീവിതങ്ങൾക്കായി നന്ദി പറയുന്നു. പിന്നെ ശത്രു കാണാതെ സൂക്ഷിച്ചു കൊള്ളുമാറാകണം. കാൽവരിച്ച കോട്ടകളെ മറച്ചു കൊള്ളുമാറാകണം. സംഹാരം കടന്നു വരാതെ കോട്ടകളെ കാത്തുകൊള്ളുമാറാകണം. ദുഷ്ടൻ്റെ പോരുകളെ തകർക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം. പൈശാചികമായ സകല ബന്ധനങ്ങളെയും കരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. സ്തോത്രം സ്തോത്രം. ദിനം തോറും സ്വർഗത്തിലെ കാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് നടക്കുവാൻ സഹായിക്കണമേ. അപ്പച്ചൻ്റെ അടികളോട് സംസാരിക്കണമേ. അപ്പച്ചൻ്റെ പൊന്നുകരെ ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊള്ളണേ. ആ വഴികളിൽ ഞങ്ങളെ നടത്തണമേ. ഞങ്ങൾ അത്യുന്നതിൻ്റെ മറവില്ല, സർവശക്തൻ്റെ നിഴലിൻ കീഴില്ല. സ്വർഗം ഞങ്ങളെ സഹായിക്കും, നിശ്ചയമായും മാനിക്കും. എല്ലാ വിഷയം പ്രാർത്ഥിച്ച് അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയെ അനുഗ്രഹം തന്ന് ഞങ്ങളെ നടത്തണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുക, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.